എന്തായാലും തോറ്റെന്നൊരിക്കലും സമ്മതിക്കില്ല. CPM ഒരിക്കലും അത് അംഗീകരിക്കില്ല. മറ്റു പാർട്ടികൾ അംഗീകരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന ലോകോത്തര പാർട്ടി അത് അംഗീകരിക്കില്ല. പോളിറ്റ് ബ്യൂറോ തീരുമാനം വന്നിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമില്ല. പിന്നെ ഈ 10 വർഷം ഭരണം എന്ന് പറഞ്ഞ് മുടിച്ച് സംസ്ഥാനത്തെ തേച്ച് കഴുകി ജനങ്ങൾ തിരിഞ്ഞുകുത്തി തുന്നം പാടിയിട്ട് പറയുകയാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്നത്. അടി കിട്ടിയാലും ഞങ്ങൾക്ക് തൂവൽ കൊണ്ടുള്ള തലോടലാണ് കിട്ടിയത് എന്ന് പറയുന്ന ഇവറ്റകളോട് പരമപുച്ഛം മാത്രം. ഇനിയെങ്കിലും നന്നാകടോ കമ്മികളെ, ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കടോ, ഇനിയെങ്കിലും ജനങ്ങളുടെ ശക്തി ഒന്ന് അറിയുക. ഇത് ജനാധിപത്യമാണ്. ഇത് സായുധ വിപ്ലവമല്ല. ഇത് അടക്കി ഭരിക്കലല്ല. ഇത് വിരട്ടി വോട്ട് നേടലല്ല. ഇത് ബൂത്ത് പിടുത്തമല്ല. പണ്ടുകാലത്ത് കണ്ണൂരിലൊക്കെ നിരവധി ബൂത്തുകൾ പിടിച്ചടക്കി ഈ വെബ്കാസ്റ്റിംഗ് ഒക്കെ വരുന്നതിന് മുൻപ് അവിടുത്തെ സഖാക്കൾ തന്നെ വോട്ട് കുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പാർട്ടി ഗ്രാമങ്ങളിൽ CPM തോറ്റ ചരിത്രമില്ല. അതെങ്ങനെ? അത് ജനാധിപത്യമായിരുന്നു? അല്ല, അത് മർക്കടമുഷ്ടിയായിരുന്നു. അത് ശീലിച്ചു വന്നവർക്ക് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ എന്തവകാശം? ഒരവകാശവുമില്ല. എന്നിട്ടും ഞങ്ങൾ തോറ്റില്ല, ഭരണവിരുദ്ധ വികാരമില്ല, ഞങ്ങൾ നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്, ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു എന്ന് പറയാൻ ലജ്ജയില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. പിന്നെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചു. പിന്നെ കാണാം എന്ന് പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ സന്തോഷം. ഇത്രയും ദിവസം ഈ 7-8 ദിവസം മൗനമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവിനെ കേരളത്തിൽ തീരുമാനിക്കും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. കേരളത്തിൽ അല്ലാതെ അങ്ങ് ഉഗാണ്ടയിൽ വെച്ചോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ വെച്ചോ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ ഉള്ള ചില സൂചനകൾ വരുന്നുണ്ട്. PA മുഹമ്മദ് റിയാസ് എല്ലാവരെയും വെട്ടിമാറ്റി പ്രായത്തിൻ്റെ ആനുകൂല്യവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പ്രത്യേകമായി നൽകിക്കൊണ്ട് പോളിറ്റ് ബ്യൂറോ നിയമങ്ങളും നിങ്ങളുടെ പാർട്ടി നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മരുമകന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അമ്മായിച്ചൻ ഉള്ളപ്പോൾ എന്തിന് PA മുഹമ്മദ് റിയാസ് ഭയക്കുന്നു? താങ്കൾ തന്നെ ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. എന്നിട്ടും ഈ ഗോവിന്ദൻ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെഴുകുകയാണ്. ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു അത്രേ ഇടതുപക്ഷം തുടർഭരണം നടത്തുമെന്ന്. ഏത് ഇൻ്റലിജൻസാണ് ഈ പഠനം നടത്തിയത്? അവരെ ഒന്ന് കാണണമല്ലോ. കേരളത്തിൽ ഒരു IB വിഭാഗമുണ്ട്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? പോലീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനിൽപ്പെട്ടവരാണ് എന്നാണ് കേൾക്കുന്നത്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവർക്ക് എന്ത് മനസ്സിലായിട്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്തെങ്കിലും മനസ്സിലായിട്ടാണോ ഈ റിപ്പോർട്ട് കൊടുത്തത്? ഒന്നുമല്ല. ഈ റിപ്പോർട്ട് കൊടുത്ത IB റിപ്പോർട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സന്തോഷവും ചെറിയ ആശ്വാസവും ഒക്കെ താൽക്കാലികമായി തോന്നാം. അതുകൊണ്ട് മാത്രം അത്തരം ഒരു റിപ്പോർട്ട് അവരെ കൊണ്ട് പുറത്ത് വിടിയിച്ചതാണ് എന്നും ഇപ്പോൾ മനസ്സിലാകുന്നു. കൊള്ളാം. ഏതായാലും പിന്നെ കാണാം. തീർച്ചയായിട്ടും പിന്നെ കാണണം. നമ്മൾ ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെയില്ല. പിണറായിയോടില്ല, CPM-നോടില്ല, ഇടതുപക്ഷത്തോടില്ല, MV ഗോവിന്ദനോടില്ല, ആരോടുമില്ല. നമ്മൾ ജനങ്ങൾക്ക് എതിരായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കും, നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയും, കാര്യങ്ങൾ വ്യക്തമാക്കും. അത് ജനങ്ങളുടെ അവകാശമാണ്. അത് മാധ്യമങ്ങളിലൂടെ ആയാലും അല്ലാതെ ആയാലും അത് തുറന്നു പറയും എന്നതാണ് സത്യം. അത് ചെയ്യുക തന്നെ ചെയ്യും. അതിനിപ്പോൾ ആര് ഭരിച്ചാലും, ആര് വന്നാലും, ആര് മുഖ്യമന്ത്രിയായാലും, ആര് പ്രതിപക്ഷ നേതാവായാലും ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അല്ലാത്ത മാധ്യമങ്ങളും ഉണ്ടാകാം. ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മാധ്യമമാണ് കർമ്മ ന്യൂസ്. ഞങ്ങൾ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും പിന്നെ കാണാം. പ്രിയപ്പെട്ട പിണറായി വിജയൻ സഖാവേ, പിന്നെ കാണണം. കണ്ടേ പറ്റൂ. പിന്നെ കാണുമ്പോൾ ഈ മിണ്ടാട്ടമില്ലാത്ത ഈ ഒരു അവസ്ഥയും ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും അങ്ങ് കാണിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.